നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റിച്ചാർഡ് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചന്ദ്രയാൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം ചന്ദ്രയാൻ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞ LDCയിൽ നടന്ന ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ എല്ലാ LDC ഘട്ടങ്ങളിലും ചന്ദ്രയാനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായും വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രയാൻ അത്രത്തോളം പ്രധാനപ്പെട്ടതാകുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രയാനെക്കുറിച്ചുള്ള നമുക്കറിയാം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 3 ചന്ദ്രയാൻ വിക്ഷേപണങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഇനി ചന്ദ്രയാൻ 4 കടക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് 3 ചന്ദ്രയാനെക്കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട വിവരങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വോയിസ് സീരീസിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യമാണ്. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഏതായിരുന്നു റോക്കറ്റ് അല്ലെങ്കിൽ വിക്ഷേപണ വാഹനം? PSLV C-11 ആണ്. PSLV C-11. PSLVയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLVയുടെ ഫുൾ ഫോം. PSLV C-11 ഉപയോഗിച്ചുകൊണ്ടാണ് 11 ഉപയോഗിച്ചുകൊണ്ടാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ്റെ മൊത്തം ചിലവ് 386 കോടിയായിരുന്നു. 386 കോടിയാണ് ചന്ദ്രയാൻ 1ൻ്റെ ആകെ ചിലവായിട്ട് കണക്കാക്കിയിരുന്നത്. ചന്ദ്രയാൻ്റെ മൊത്തം ഭാരം 1380 കിലോഗ്രാമാണ്. 1380 കിലോഗ്രാമാണ് ചന്ദ്രയാൻ്റെ മൊത്തം ഭാരം. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ ദിവസം നമുക്ക് അറിയാം. വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ ഒരു ദിവസം ഉണ്ട് അല്ലേ? ആ ദിവസം 2008 നവംബർ 8 2008 നവംബർ 8. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ 1 ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത്. അത് 2008 നവംബർ 14 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8 അതിനുശേഷം ഏകദേശം 6 ദിവസം കഴിഞ്ഞിട്ടാണ് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത്. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് അഥവാ ചന്ദ്രയാൻ്റെ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഇന്ത്യ ഒറ്റയ്ക്കായിരുന്നില്ല. ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം റഷ്യയാണ്. ചന്ദ്രയാൻ്റെ വിക്ഷേപണത്തിന് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം റഷ്യ. അടുത്തത് ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ആഗസ്റ്റ് 28. ഏകദേശം ഒരു കൊല്ലത്തോളം ചന്ദ്രയാൻ 10 മാസത്തോളം ചന്ദ്രയാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ആഗസ്റ്റ് 28. ചന്ദ്രയാൻ 1 ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ജവഹർ പോയിൻ്റ് എന്നാണ്. ചന്ദ്രയാൻ 1 ഇടിച്ചിറക്കുകയാണെന്ന് പറഞ്ഞു. ആ ക്രാഷ് ലാൻഡ് നടത്തിയ ആ സ്ഥലത്തെ നമ്മൾ നാമകരണം ചെയ്തത് ജവഹർ പോയിൻ്റ് എന്നാണ് കേട്ടോ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് മുൻ പ്രധാനമന്ത്രി AP വാജ്പേയി ആണ്. ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് മുൻ പ്രധാനമന്ത്രി AP വാജ്പേയി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ, പ്രധാനപ്പെട്ട ചോദ്യമാണ്, G. മാധവൻ നായരാണ്. മലയാളിയായിട്ടുള്ള G. മാധവൻ നായരാണ്. അദ്ദേഹം ISROയുടെ 6ാമത്തെ ചെയർമാൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദുരയാണ്. അണ്ണാദുരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രയാൻ 1 നോക്കാനുള്ളത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22 ഇടിച്ചിറങ്ങിയ ഡേറ്റ് 2008 നവംബർ 14. സഹായം നൽകിയ രാജ്യം റഷ്യ. പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദുരെ. ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് AP വാജ്പേയി. അത് വിക്ഷേപിക്കണ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരൊക്കെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചന്ദ്രയാൻ 1 കുറിച്ചിട്ട്. നമുക്കറിയാം ചന്ദ്രയാൻ 2 പൂർണ്ണമായിട്ടൊരു വിജയമായിരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് പാർഷ്യലി ഒരു വിജയമാണെന്ന് അവകാശപ്പെടാൻ പറ്റും. അപ്പോൾ ചന്ദ്രയാൻ 2 കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ ചാന്ദ്രപരിവേഷണമാണ്? 2ാമത്തെ ചാന്ദ്രപരിവേഷണമാണ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അപ്പോൾ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്ത് നമ്മൾ ചന്ദ്രനിൽ ഐസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിരുന്നു. അത് ഉറപ്പിക്കുക എന്നതും അതിനെക്കുറിച്ച് പഠിക്കുക എന്നതുമായിരുന്നു ചന്ദ്രയാൻ 2ൻ്റെ ലക്ഷ്യം. വിക്ഷേപിച്ച ദിവസം 2019 ജൂലൈ 22 2019 ജൂലൈ 22 ഏകദേശം 11 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത 2ാമത്തെ ചന്ദ്രദൗത്യം വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22.
ദെൻ വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ദെൻ വാഹനം, വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1 ആണ്. GSLV മാർക്ക് 3 M1 നമുക്കറിയാം. ആ സമയത്ത് GSLVയെ ബാഹുബലി എന്നൊക്കെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. ബാഹുബലി എന്നറിയപ്പെടുന്ന വാഹനമാണ് GSLV മാർക്ക് 3. GSLVയുടെ ഫുൾ ഫോം ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ്. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് GSLV M1ൻ്റെ M3യുടെ മാർക്ക് 3 M1 അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് PSLV C11 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1. ദെൻ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ച ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ അറിയപ്പെട്ടിരുന്നത് വിക്രം എന്നാണ്. ചന്ദ്രോപരിതലത്തിൽ പരിവേഷണം നടത്തുവാൻ ചന്ദ്രയാൻ 2ൻ്റെ റോവർ അറിയപ്പെട്ടത് പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ. ദെൻ ചന്ദ്രയാൻ 2ൻ്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം തിരങ്ക എന്നാണ് അറിയപ്പെട്ടത്. ചന്ദ്രയാൻ 2ൻ്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം നമ്മൾ തിരങ്ക എന്നറിയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചത് ചന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങിയ സ്ഥലം ജവഹർ പോയിൻ്റ് എന്നും ചന്ദ്രയാൻ 2ൻ്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയത് തിരങ്ക എന്നും. ദെൻ ചന്ദ്രയാൻ 2 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2019 ആഗസ്റ്റ് 20 എന്നാണ് വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ആഗസ്റ്റ് 20 ജൂലൈ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 2 എത്തിയത്. ദെൻ ചന്ദ്രയാൻ 2ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ൻ്റെ മിഷൻ ഡയറക്ടർ ഋതു കരിദാൽ ശ്രീവാസ്തവയാണ്. ഋതു കരിദാൽ ശ്രീവാസ്തവ. ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. ശിവനാണ്. K. ശിവൻ. ദെൻ 2019 സെപ്റ്റംബർ 7 ചന്ദ്രൻ്റെ 2 കിലോമീറ്റർ അടുത്തുവരെ എത്തിയ ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്നും തെന്നി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തണവരെയൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ സിഗ്നൽ നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് നമ്മളൊരു പാർഷ്യൽ വിജയം മാത്രമാണ് ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ കണ്ടെത്തിയത് ഷൺമുഖ സുബ്രഹ്മണ്യനാണ്. ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഷൺമുഖ സുബ്രഹ്മണ്യനാണ് ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ കണ്ടെത്തിയത്. നമുക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടിരുന്നു ലാൻഡറുമായിട്ടുള്ള. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം തിരങ്ക എന്നറിയപ്പെട്ടു. അപ്പോൾ അത്രയാണ് ചന്ദ്രയാൻ 2ൻ്റെ വിശേഷം. ചന്ദ്രയാൻ 2നെക്കാട്ടിലും പ്രധാനപ്പെട്ടത് നമ്മൾ ചന്ദ്രയാൻ 3 കാരണം നമ്മൾ അത്രയും വലിയൊരു സക്സസ് ആണ് ചന്ദ്രയാൻ 3 നമുക്ക് നൽകിയത്. അതുകൊണ്ട് ചന്ദ്രയാൻ 3 പ്രത്യേകം ശ്രദ്ധിക്കുക. കറണ്ട് അഫെയർ കൂടിയാണ്. ഒരു 2 കൊല്ലം മുന്നേ ഉണ്ടായതുകൊണ്ട് ഒരു കൊല്ലം മുന്നേ ഉണ്ടായതുകൊണ്ട് കറണ്ട് അഫെയർ ചോദ്യമായിട്ട് തന്നെ വരും. അതേപോലെ ISRO എന്നുള്ള ഭാഗത്തു നിന്ന് വരാൻ പറ്റിയ ചോദ്യമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന ഭാഗത്തു നിന്ന് വരാൻ പറ്റിയ ചോദ്യമാണ്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ചന്ദ്രയാൻ ചോദ്യം വരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈനാണ്. പരാജയപ്പെടാനുള്ള സാധ്യതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഡിസൈനാണ് ചന്ദ്രയാൻ 3ൻ്റേത്. ചന്ദ്രയാൻ 3 ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈനാണ്. ദെൻ ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. വിക്ഷേപണം 2023 ജൂലൈ 14 എവിടെ വെച്ചിട്ടാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ വെച്ചിട്ട് തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ. ദെൻ ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം പ്രത്യേകം ശ്രദ്ധിക്കുക. വിക്ഷേപണ വാഹനം 3ലും മാറിയിട്ടുണ്ട്. ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. LVM-3 M4. അതിൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ ഭാരം 3895 കിലോഗ്രാമാണ്. 3895 കിലോഗ്രാമാണ് LVM-3 M4ൻ്റെ ഭാരം. അപ്പോൾ ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ വാഹനം PSLV C11. അതേപോലെ തന്നെ ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. ദെൻ ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. ദെൻ
ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 5 എന്നാൽ വിക്ഷേപിച്ചത് ജൂലൈ 14 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി. ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ചന്ദ്രയാൻ്റെ ഉപരിതലത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഭ്രമണപഥത്തിലെത്തിയ സമയത്ത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഭൂഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ്. ഞാൻ ചന്ദ്രൻ്റെ ഭൂഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് അവിടുന്ന് ചന്ദ്രയാൻ 3 നിന്ന് നമുക്ക് കിട്ടിയ സിഗ്നൽ. ദെൻ എത്ര ദിവസത്തെ യാത്രയായിരുന്നു ചന്ദ്രയാൻ്റെ? 41 ദിവസത്തെ യാത്രയായിരുന്നു. ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ സേഫ് ലാൻഡിങ് ചെയ്തത്. ദക്ഷിണ ധ്രുവത്തിലാണ് കേട്ടോ. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡിങ് നടത്തിയ ആദ്യ രാജ്യമായി നമ്മൾ. ദെൻ ചന്ദ്രയാൻ 3 നമ്മൾ ആ നേട്ടം കൈവരിച്ചത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം എന്ന പദവി ഇന്ത്യ സ്വന്തമാക്കി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ നമ്മളെ സഹായിച്ചത് അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിങ് എന്ന ആ ചരിത്ര നേട്ടം നമ്മൾ നേടിയെടുത്തത് ചന്ദ്രയാൻ 3 ദെൻ 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം, സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇന്ത്യക്ക് ISROയിൽ നിന്ന് ലഭിച്ച ആദ്യ സന്ദേശം അഥവാ ചന്ദ്രയാൻ 3 നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം, ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നാണ്. ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും എന്നുള്ള ഇതാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ISROയ്ക്ക് ലഭിച്ച ചന്ദ്രയാൻ 3 നിന്ന് ലഭിച്ച ആദ്യ സന്ദേശം. ദെൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യവും ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യവുമായിട്ട് മാറുകയാണ് ഇന്ത്യ. അപ്പോൾ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മുൻ രാജ്യങ്ങൾ ആദ്യത്തേത് റഷ്യയാണ്. 1966 റഷ്യയാണ് ആദ്യമായിട്ട് ആ നേട്ടം കൈവരിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ അതേ കൊല്ലം അമേരിക്കയും USA ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ 2013 ചൈനയും ഈ നേട്ടം സ്വന്തമാക്കി. ദെൻ 2023 10 കൊല്ലത്തിന് ശേഷം ചൈനയുടെ കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന് ശേഷം നമ്മളും ഈ നേട്ടം കൈവരിച്ചു. എന്താണ്? ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ദെൻ ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസിനസ് സി, സിംപോലിയസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസിനസ് സി, സിംപോലിയസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ദെൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം ഇനി മുതൽ ശിവശക്തി പോയിൻ്റ് എന്നറിയപ്പെടുന്നു. ആ സമയത്ത് കുറച്ച് വിവാദമായ ഒരു കാര്യമാണിത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ശിവശക്തി പോയിൻ്റ് എന്നാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പേര് നിർദ്ദേശിച്ചത്. ദെൻ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ എന്നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ആഗസ്റ്റ് 23 ആ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. ദെൻ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 15 മിനിറ്റ് ചെയർമാനായ S സോമനാഥൻ വിശേഷിപ്പിച്ചത് 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ് അവസാന 15 മിനിറ്റിനെ നമ്മുടെ ISRO ചെയർമാനായിട്ടുള്ള S സോമനാഥ് വിശേഷിപ്പിച്ചത്. ദെൻ ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക. ദെൻ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഈ 3 ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാൻ 3 ഉണ്ടായിരുന്നത്. ദെൻ ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പേര്. ചന്ദ്രയാൻ 3 ലാൻഡർ വിക്രം, ധൈര്യം എന്നർത്ഥം. ചന്ദ്രയാൻ 3 ലാൻഡർ വിക്രമാണ്. ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരും വിക്രം എന്ന് തന്നെയായിരുന്നു. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. പ്രഗ്യാൻ്റെ അർത്ഥം ജ്ഞാനം എന്ന വാക്കാണ്. അതായത് ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം, ധൈര്യം എന്നർത്ഥം. റോവർ പ്രഗ്യാൻ, ജ്ഞാനം എന്നാണ് അർത്ഥം. ഒരു ചന്ദ്രദിനം അതായത് ഭൂമിയിലെ 14 ദിവസങ്ങളാണ് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പരിവേഷണ കാലം. അപ്പോൾ ഒരു ചന്ദ്രദിനമാണ്, അതായത് 14 ദിവസം, ഭൂമിയിലെ 14 ദിവസമാണ് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പരിവേഷണ കാലം. ദെൻ
ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കാം. ദെൻ ലാൻഡറിന് ഇന്ത്യയുടെ 3 പേലോഡുകൾ ആണുള്ളത്. അപ്പോൾ ലാൻഡറിൽ എത്ര പേലോഡ് ഉണ്ടായിരുന്നു? ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. ലാൻഡറിൽ 3 പേലോഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന് റംഭ LP എന്നാണ്, RAMBHA-LP, റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂർ പ്രോബ് എന്നായിരുന്നു റാംബ LPയുടെ ഫുൾ ഫോം. ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്തുക എന്നതായിരുന്നു റാംബ LPയുടെ അഥവാ റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ LPയുടെ ലക്ഷ്യം. ദെൻ അടുത്ത പേലോഡ് ചാസ്തെ CHASTE, ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പീരിമെൻറ്റ് എന്നതായിരുന്നു. ചന്ദ്രൻ്റെ പോളാർ റീജിയന് സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച് വിവരം വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ചാസ്തെ അഥവാ CHASTE എന്ന പേലോഡ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം. ദെൻ മൂന്നാമത്തെ പേലോഡ് ILSA ആണ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിൻ്റെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിൻ്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് ILSA അഥവാ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി എന്ന പേലോഡിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ദെൻ വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് LRA അഥവാ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്നത് വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്ന നാസ ഡിസൈൻ ചെയ്തിട്ടുള്ള പേലോഡാണ്. അപ്പോൾ ഇന്ത്യ ഡിസൈൻ ചെയ്ത പേലോഡുകൾ 3 എണ്ണമാണ്. നാസ ഡിസൈൻ ചെയ്തത് LRA അഥവാ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്ന പേലോഡായിരുന്നു. ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം കണക്കാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. ദെൻ റോവർ ലാൻഡറിൽ ഇത്രയും പേലോഡുകളുടെ കാര്യം നമ്മൾ പഠിച്ചു. റോവറിൽ 2 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് LIBS ലിപ്സ് അഥവാ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നതാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിൻ്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കുക എന്നതായിരുന്നു ഈ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഉദ്ദേശം. ദെൻ അടുത്ത പേലോഡ് APXS ആണ്, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന പേലോഡാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കുക എന്നതാണ് APXSൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ലിപ്സ് എന്ന പ്രോബ് അഥവാ പേലോഡ് റോവറിൽ ഉണ്ടായിരുന്ന ലിപ്സ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്ന പേലോഡ് ആദ്യമായി സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രൻ്റെ സർഫസിൽ സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. ദെൻ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷെയ്പ്പ് പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നതാണ് ഷെയ്പ്പിൻ്റെ ഫുൾ ഫോം. പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം. ദെൻ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിലാണ് ഈ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുക. അല്ലാത്ത കേസുകളിൽ എന്നാണ് വിക്ഷേപിച്ചത്, ഏത് ഡേറ്റിലായിരുന്നു, അന്നത്തെ ചെയർമാൻ ആരാണ്, പ്രൊജക്ട് ഡയറക്ടർ ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പൊതുവേ ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി ലെവലൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ISRO ചെയർമാൻ S സോമനാഥനാണ് 10ാമത്തെ ചെയർമാനായാണ് ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ. ദെൻ VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. P വീരമുത്തുവേൽ. ദെൻ ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പന. ദെൻ മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പന, മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ദെൻ ISTRAC ഡയറക്ടർ BN രാമകൃഷ്ണ. ISTRAC ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂരുവിൻ്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് BN രാമകൃഷ്ണയാണ്. ദെൻ UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ M ശങ്കരനാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക്
ചന്ദ്രയാൻ 3 കുറിച്ച് പറയേണ്ടത്, ചന്ദ്രയാൻ 3 നമ്മൾ ലാൻഡറിലും റോവറിലും ഒക്കെ ഉണ്ടായിരുന്ന പേലോഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ കുറച്ച് കൂടിയ വിവരങ്ങളാണ്. അപ്പോൾ ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണത്. അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, വിക്രം എന്നാണ്, ധൈര്യം എന്നായിരുന്നു അർത്ഥം. റോവറിൻ്റെ പേര് പ്രഗ്യാൻ, ജ്ഞാനം എന്നാണ് അർത്ഥം. ദെൻ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി, അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ തീയതി, അതിൻ്റെ ആദ്യം ലഭിച്ച സിഗ്നൽ എന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രയാൻ എന്നുള്ള 3 ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഈ 3 ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റായിട്ട് തുടർച്ചയായി പരീക്ഷകളിൽ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യഭാഗമാണ് ഈ ചന്ദ്രയാൻ. പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക, വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണില്ല എന്ന് തോന്നണമൊക്കെ എഴുതി തന്നെ പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.